ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം നേരുന്നു. അപ്പോൾ ന്യൂസിലാൻഡ് ഐജി ഫാമിലിയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാൾ കൂടിയിട്ട് പുതിയൊരു ഡേ വേണ്ടി വന്നിരിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഒരു വെല്ലിംഗ്ടൺ ട്രിപ്പ് ഉണ്ട്. ഒരു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് 2 ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വെല്ലിംഗ്ടണിലേക്ക് എൻ്റെ 2 ഫ്രണ്ട്സും കൂടി പോവുകയാണ്. അപ്പോൾ വാവട്ടും മുന്നസും എന്നെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ ഫൈനലി നമ്മൾ എയർപോർട്ടിലെത്തി. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ 1 മണിക്കൂർ മുന്നേ പോയാൽ മതിയായിരുന്നു. അപ്പോൾ ജസ്റ്റ് വേഗം അവിടെ പോയി ഒരു കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഫ്ലൈറ്റിൽ കയറി. അങ്ങനെ ഒരു ഒന്നേകാൽ മണിക്കൂറിൻ്റെ യാത്ര അങ്ങനെ വെല്ലിംഗ്ടണിൽ എത്തിയിട്ടോ. അപ്പോൾ നമുക്കവിടെ സൂപ്പർ ഷട്ടിൽ അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ അവിടെ ആ വാനെത്തി. അങ്ങനെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനായ ഓക്സ് ഹോട്ടലിലേക്കാണ് കേട്ടോ എത്തുന്നത്. അവിടെയാണ് നമുക്ക് നമ്മുടെ കമ്പനി അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. അടിപൊളി ഹോട്ടലായിരുന്നു, ഒരു 4 സ്റ്റാർ ഹോട്ടലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 പേരും 3 ഡിഫറെൻറ്റ് റൂമിലായിരുന്നു, 3 ഡിഫറെൻറ്റ് ഫ്ലോറിലായിരുന്നു. അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. അങ്ങനെ ചെക്കിനൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ 327 റൂമിലേക്ക് എത്തി. അപ്പം അത്യാവശ്യം വലുപ്പമുള്ള റൂം തന്നെയായിരുന്നു കേട്ടോ. ഒരു ഡബിൾ ബെഡ്റൂം, ഒരു ടോയ്ലറ്റ്, ബാത്റൂം, ഫ്രിഡ്ജ്, അത്യാവശ്യം നല്ല അടിപൊളി റൂമായിരുന്നു. അപ്പോൾ അതേ ഇവിടെ തന്നെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ടോയ്ലറ്റിലേക്ക് നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു റൗണ്ട് ടൈപ്പ് ഒരു മിററായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, നല്ലൊരു വാംത്തായിട്ടുള്ള ലൈറ്റുമായിട്ട്. അപ്പം നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് ഈ ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ഈ റൂമൊക്കെ കാണാനായിട്ട് അടിപൊളിയല്ലേ. അപ്പോൾ അതേ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലും വലിയൊരു മിററുണ്ട്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇത് നിങ്ങൾ റീലിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഞാൻ അത് മുന്നിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു ചെറിയ ഒരു കുഞ്ഞ് ജാക്കറ്റും കൂടി ഇട്ടിട്ടാണ് ഇന്നത് പെയർ ചെയ്തേക്കുന്നത്. ചെറിയ നന്നായിട്ടൊരു തണുപ്പുണ്ടായിരുന്നു പുറത്ത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ജാക്കറ്റ് ഇട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ബെഡ്റൂം. അപ്പോൾ അവിടെ ഒരു ഡബിൾ ബെഡ്റൂമാണ്. അവിടെയും ഒരു ചെറിയൊരു മിററുണ്ട്, TV ഉണ്ട്, വൈഫൈ ഫ്രീ ആയിരുന്നു. അപ്പം ഇതിനകത്ത് കൂടിയും ഞാൻ എൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വേഗം തന്നെ ഫുഡ് കഴിക്കാം. ഏകദേശം 8 മണിയായി നമ്മൾ റൂമിലേക്ക് എത്തിയപ്പം. അപ്പം നമുക്ക് എല്ലാവർക്കും വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ മെനു നോക്കിയപ്പം ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. പുറത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് നടന്ന് നമുക്ക് എങ്ങനെയാണ് ഇവിടുത്തെ സംഭവങ്ങളെന്നൊക്കെ നോക്കിയിട്ട് വരാമെന്ന് കരുതി. അപ്പോൾ അതേ ലിഫ്റ്റിൻ്റെ അവിടെ ചെന്ന് ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് 2nd ഫ്ലോറിൽ, ഞാൻ 3rd ഫ്ലോറിൽ, എൻ്റെ അടുത്ത ഫ്രണ്ട് 4th ഫ്ലോറിൽ, അങ്ങനെയായിരുന്നു. അപ്പോൾ ലിഫ്റ്റിൻ്റെ അവിടെ പോയിട്ട് അപ്പോൾ അവരും താഴത്തേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ഞങ്ങൾ വെല്ലിംഗ്ടൺ കാണാൻ വേണ്ടി പോയി. അവസാനം ഞങ്ങൾ ചെന്ന് വിട്ടത് ഒരു വിയറ്റ്നാമീസ് റെസ്റ്റോറൻറ്റിലാട്ടോ. അപ്പോൾ അവിടെ എഴുതി വെച്ചേക്കുന്നത് തന്നെ റൈസ് ടു മീറ്റ് യു എന്നാണ്. അപ്പോൾ അവിടെ എല്ലാവരും ഫുഡിലും ഒരു റൈസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഓർഡർ ചെയ്തത് ബാർബിക്യൂ പോർക്ക് ഒരു ഫുഡാണ്. എൻ്റെ ഫ്രണ്ട് ഓർഡർ ചെയ്തത് ഫ്രൈഡ് പോർക്ക്. എൻ്റെ വേറൊരു ഫ്രണ്ട് ഓർഡർ ചെയ്തത് ചിക്കനായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ മോക്ടെയിൽ ഓർഡർ ചെയ്തു. അപ്പം എൻ്റെ മോക്ടെയിൽ മാംഗോ വിത്ത് കോക്കനട്ട് മിൽക്കാണ് കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. അടിപൊളി മോക്ടെയിലായിരുന്നു. അപ്പം എൻ്റെ ഫ്രണ്ട് ഓർഡർ ചെയ്തത് ഒരു പീച്ചിൻ്റെ ആയിരുന്നു. അങ്ങനെ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എന്തായാലും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ച് വന്നതാണ്. പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എല്ലാ ഫുഡിൻ്റെ കൂടിയും ഒരു ബുൾസയും കൂടി ഉണ്ടായിരുന്നു. അപ്പം അതും പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഞങ്ങൾ അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു. നല്ല വിശപ്പ് സമയത്ത് കിട്ടിയ കാര്യമുണ്ട്. പൊളി. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വേദൻ്റെ റൂമിൽ വന്നു. വേഗം എടുക്കാമെന്ന് കരുതി. അപ്പോൾ നല്ല ക്ഷീണമുണ്ട്. കുഞ്ഞ് യാത്രയാണെങ്കിലും കുറച്ച് ദിവസത്തെ ഡ്യൂട്ടീസും എല്ലാം ആയിട്ട് നല്ല ക്ഷീണമുണ്ട്. അപ്പം അവരൊക്കെ അവരുടെ റൂമിൽ പോയി. ഞാനും എൻ്റെ റൂമിൽ വന്ന് വീട്ടിലൊക്കെ ഫോൺ ചെയ്ത് പിള്ളേരുടെ അടുത്തൊക്കെ സംസാരിച്ച് അവരും കിടന്നു, എൻ്റെ വേടനും കിടന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.